എൻ്റെ സിനിമ ഈ 9-ാം തീയതി റിലീസാണ് ആരോ. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു സിനിമ ചെയ്ത് റിലീസാക്കുന്നത്. ഇത് ഒരു തൃശ്ശൂർ തേക്കിൻകാട്ടിലാണ് കംപ്ലീറ്റ് ഇത് ഷൂട്ട് ചെയ്തത്, തേക്കിൻ്റെ മൈതാനത്ത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു കഥയാണ്. തൃശ്ശൂർ സംഭവിച്ച ഒരു കഥയുടെ ഒരു സംഭവത്തിൻ്റെ ത്രെഡ്, അതാണ് സിനിമയുടെ ബേസ്. ആ ബേസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റാണ്. അതിൽ അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തു അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. പിന്നെ എൻ്റെ എല്ലാ സിനിമയിലും സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ള ആർട്ടിസ്റ്റിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേരക്കൂട്ടായാലും അഗ്നനക്ഷത്രമായാലും സമയവടായാലും പറയാൻ ബാക്കി വെച്ചത്, ഈ സിനിമകളൊക്കെ ഞാൻ ചെയ്തതും ആ രീതിയിലാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ആൾക്കാരെ ഇതിലേക്ക് ക്ഷണിക്കൽ. അത് ആൾക്കാരെ കണ്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്തതല്ല. പിന്നെ ഈ കാലതാമസം എന്ന് പറയുന്നത് എൻ്റെ ഒരു യാത്രയുടെ ഒരു പ്രശ്നമാണ്. ഈ പെട്ടെന്ന് സിനിമ ചെയ്യാത്തൊരു കാലതാമസം പൊതുവെ വന്ന് ഭവിക്കുന്നതാണ്. ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല, വന്ന് സംഭവിച്ചതാണ് അതൊക്കെ. ഈ സിനിമ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സമർപ്പിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നൊരു സിനിമ കാണണം. സിനിമയുടെ മറ്റുള്ള ഇതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, വലിയ അങ്ങനെയുള്ളൊരു സംഭവം ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജോയിച്ചേട്ടൻ്റെ മിക്ക സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജോയിച്ചേട്ടൻ്റെ പോലീസ് വേഷങ്ങൾ പലതും കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രമാണെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തെ കഥാപാത്രം എങ്ങനെയാണ്? പുള്ളി ഒരു തൃശ്ശൂർകാരനാണ്. അപ്പോൾ തൃശ്ശൂർ നടന്ന ഈ ഒരു സംഭവം പുള്ളിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ ഓഫീസിൻ്റെ അനുവാദത്തോടെ തന്നെ പുള്ളിയുടെ ഒരു രീതിയിൽ കൂടെ ഒരു പോലീസുകാരൻ്റെ ഒരു നോട്ടത്തിലൂടെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് ഈ സിനിമ. അത് എന്ത് ചെയ്തെന്നുള്ളതാണ് ആരാന്നുള്ളതാണ്. അത് ആര് എന്ത് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഇതിൻ്റെ ക്ലൈമാക്സിനാണ് ഉത്തരം പറയുന്നത്. പിന്നെ ജോജോ ചെയ്ത സ്ഥിരം പോലീസ് വേഷത്തിന് വ്യത്യസ്തമായിട്ട് നമ്മൾ അങ്ങനെ ഒരു അടിയിലേക്കോ മറ്റുള്ള വളരെ റഫായിട്ട് അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോലീസുകാരൻ, ആൾക്കാർ നന്നായി ഇടപെടുന്ന വളരെ സൗഹൃദപരമായിട്ടൊരു നീക്കത്തിലൂടെ നീങ്ങുന്നൊരു പോലീസുകാരൻ, അതാണ് ജോജോ ചെയ്യുന്ന ക്യാരക്ടർ. നമ്മളെ ഡയറക്ടറോട് ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമുക്ക് തൃശ്ശൂർ പൂരം, ജയരാജ് വാര്യർ അങ്ങനത്തെ ആൾക്കാരാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പം ഡയറക്ടറുടെ നിർബന്ധ ബുദ്ധിയോടുകൂടിയാണോ ഈ തൃശ്ശൂർ നടക്കുന്ന സിനിമയ്ക്ക് ജയരാജ് വാര്യരെ കൊണ്ടുവന്നത്? ഒരിക്കലല്ല. ആ ക്യാരക്ടറിന് അയാൾ പറ്റുന്നു തോന്നിയോണ്ടാണ്. അയാൾ എൻ്റെ ഒരുപാട് കാലത്ത് സുഹൃത്താണ്, എൻ്റെ ഗുരുനാഥൻ്റെ സുഹൃത്താണ്, ഭരതൻ്റെ സുഹൃത്താണ്. ആ നിലക്ക് ഞാനും വളരെ അടുത്ത സുഹൃത്താണ്. ഭരതൻ ഒരു പവിത്രൻ മുതലേ സുഹൃത്താണ്, ഒരുപാട് കാലങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ തൃശ്ശൂർ ജീവിതത്തിൽ ഞങ്ങളെ എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാണ്. ഞാനും പവിത്രനും ഹൈദരാലിയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല. ഈ ഉപ്പിൻ്റെ പിന്നെ പ്രൊഡ്യൂസർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ബന്ധം. ആ ബന്ധമുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരൊറ്റ ഇതുകൊണ്ടാണ്, അല്ലാണ്ട് സൗഹൃദത്തിന് വിളിച്ചതല്ല. പുള്ളി ഇതിന് ആക്ടാണെന്ന് നടക്കുന്നത് നമ്മൾ വിളിച്ചത്.